കെ.ടി. മാനുമുസ്ലിയാരുടെ അനുസ്മരണ യോഗം ഇന്ന് പുന്നക്കാട് യതീംഖാനയിൽ വെച്ച് നടന്ന പരിപാടിയുടെ അല്പഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഏറെ പ്രവർത്തിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, പരലോകം ആഗ്രഹിച്ച് അമൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന സമുച്ചയം. മസ്ജിദുൽ മുസ്സിസ അല തഖ്വ എന്ന് ഖുർആൻ നിഷേധിച്ച തരത്തിലുള്ള തഖ്വയിൽ മാത്രം അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം, ഒരു ക്യാമ്പസ്, പല സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന്റെയും കളങ്കമില്ലാത്ത പ്രവർത്തനത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമാണ്. കൂടി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. വന്യരായ ഉസ്താദിന്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനീയനായ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അബ്ദുറഹ്മാൻ വളവറ്റൂരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർ പരാമർശിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഓർമ്മയോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, അദ്ദേഹം ഹൃദയരോഗിയായിരുന്നു. 3 ബ്ലോക്കുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആദ്യം പക്ഷേ ഒരിക്കലും അദ്ദേഹം അതൊരു പ്രൊഫഷണലാക്കി പ്രസംഗകലയെ ഒരു ജീവിത മാർഗമായി അദ്ദേഹം ഒരിക്കലും സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പൊതുസമൂഹത്തിലും ആവശ്യമുള്ള പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. വന്യരായ ഉസ്താദിന്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനീയനായ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അബ്ദുറഹ്മാൻ വളവറ്റൂരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർ പരാമർശിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഓർമ്മയോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, അദ്ദേഹം ഹൃദയരോഗിയായിരുന്നു. 3 ബ്ലോക്കുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആദ്യം